അപ്പം വിശേഷം എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു സീനാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഈ സിനിമ ഫുള്ള് ഞാൻ കണ്ടു കേട്ടോ. പക്ഷേ നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം ഈ ഒരു തീം ഇതുവരെ ഇങ്ങനെ ആരും ചെയ്തിട്ടില്ല. കാര്യം ഇതെല്ലാവരെയും ബാധിക്കുന്ന ഒരു തീം തന്നെയാണ്. കാര്യം കല്യാണം, പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലുകളും കയറി കിടക്കുന്ന ഒരു സീൻ. അതൊക്കെ നമുക്ക് നാച്ചുറലി നമുക്ക് ലൈഫിൽ പല ഘട്ടങ്ങളിലായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇതൊന്നും ആരും അങ്ങനെ സിനിമയായിട്ടൊന്നും എടുത്തതായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഇനി ഇംഗ്ലീഷിലാ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് എടുത്തിട്ടുണ്ടോ എന്തോ. അപ്പോൾ ഈ സിനിമ നമുക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടും. കാര്യം ഒരു ഫസ്റ്റ് മാരേജ് കഴിച്ച ആൾ, അപ്പോൾ അതായത് ഫസ്റ്റ് മാരേജ് കഴിച്ചെങ്കിൽ അത് കല്യാണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓടിപ്പോകുന്ന സീനാണ് കാണിക്കുന്നത്. എന്നിട്ട് അതൊരു സെക്കൻഡ് മാരേജ് ആയിട്ട് പരിഗണിച്ച് വേറൊരു സെക്കൻഡ് മാരേജ് കഴിഞ്ഞ് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നത്. ആ ഒരു തീമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ മിക്കപ്പോഴും ഒക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അവർ എടുത്തിരിക്കുന്ന നല്ലൊരു സബ്ജക്റ്റാണ്. നമുക്ക് ഈ സിനിമയുടെ ഫസ്റ്റ് സീൻ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമയുടെ സെക്കൻഡ് സീൻ വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ സെക്കൻഡ് സീന് ഇടത്തുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ സിനിമ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, കമൻറ്റ്സ് ഇടുക. വീണ്ടും ഇതിൻ്റെ സെക്കൻഡ് സീൻ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇട്ടാൽ മതിയാകും. ഷിജു വാ. എന്താ വൈകിയത്? ട്രാഫിക് ആയിരുന്നു തോന്നുന്നു അല്ലേ? ഞാൻ കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു. എനിക്ക് പുറത്തേക്ക് ഒന്ന് പോണായിരുന്നു. നല്ല കൃഷ്ണന്റെ പിക്ചേഴ്സ് അവിടെ ഇരിക്കുന്നല്ലേ? ഭയങ്കര ട്രാഫിക് ഇപ്പൊ, ഒരു രക്ഷയില്ല. കുട്ടൂസാ എന്താ ഇത്? ഈ അമ്മയും മോനും ഇങ്ങനെ തന്നെ. ഞാൻ എന്ത് പറഞ്ഞാലും ഒരു വസ്തുവും കേൾക്കൂല. ഷിജു ഇരിക്കി. അങ്ങനെയാ, ചാടങ്ങ് അങ്ങോട്ട് കഴിഞ്ഞു അല്ലേ? നിന്റെ കേസിലേ പക്ക ചീറ്റിംഗ് ആയിരുന്നു. അതാ നമുക്ക് അനുകൂലമായിട്ട് വിധിയായത്. ഈ വിസ പ്രോസസ്സിന് വേണ്ടിയിട്ട് വിവാഹം നീ കുറച്ച് നേരത്തെ രജിസ്റ്റർ ചെയ്തില്ലേ? അതാണ് ആകെ പ്രശ്നമായത്. അല്ലെങ്കിൽ അവിടെ അങ്ങോട്ട് പോട്ടേന്ന് വെക്കായിരുന്നു. അല്ല പിന്നെ മാനനഷ്ടം ഫയൽ ചെയ്ത് ഞാൻ അങ്ങോട്ടൊരു കേസ് കൊടുത്തുകൊണ്ട് നമുക്ക് ആ വിവാഹത്തിൻ്റെ ചിലവ് കുറച്ചും കൂടി കിട്ടി. അതങ്ങനെ തന്നെയാ. ഈ മാനം പോയിട്ട് പിന്നെ നഷ്ടപരിഹാരത്തിന് കൊടുത്തിട്ട് എന്ത് കാര്യമല്ലേ? ഈ ഡിവോഴ്സ് എന്ന് പറഞ്ഞാലേ പരസ്പരം ചളിവാരി അറിയില്ല. കുഴപ്പമില്ല, പോട്ടെ. എന്തായാലും 2 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നതിന് സമാധാനമായല്ലോ. സന്തോഷമായില്ലേ? ഇയാളെ കണ്ടപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ഷമ്മീദിനെ കണ്ട ഒരു ഫേസ് കട്ട് എനിക്ക് തോന്നി. ഇന്നിപ്പോൾ അങ്ങനെ തോന്നിയായിരുന്നു. ഇനി ഒന്ന് കമന്റ് ഇട്ടേക്കുന്നു. ഫീസൊക്കെ മെല്ലെ മതിയായിരുന്നു, കുഴപ്പമില്ല. കോർട്ട് ഓർഡർ തരാം. ഒരു ചായ എടുക്കട്ടെ? എന്നാ പിന്നെ പിന്നെ നല്ലതാട്ടോ ഈ സിനിമയിൽ. എന്നാ പിന്നെ കാണാം. ഓക്കെ. കുട്ടൂസ എന്താണ് അവിടെ? ഒന്ന് മാറിയപ്പോഴേക്കും അടുത്ത പണി. കാര്യം കിട്ടി എന്നിട്ടാണ് കേട്ടോ ഞാൻ കെട്ടിരങ്ങോട്ടാ ശ്രദ്ധിച്ചില്ല. ഒന്ന് സ്മൈൽ ചെയ്തേ, ഒന്ന് ഓപ്പൺ ആയിട്ട് സ്മൈൽ ചെയ്തേ. അയ്യോ പോലെ വൃത്തിയിട്ടവന്മാരവിടെ പോകുന്നു. പെൺപിള്ളേർക്കല്ലേ ഇങ്ങനെയുള്ളവരാണ് ഇഷ്ടം. ഊതുന്ന ആളെ ഫേസ് കട്ട്.
കരയല്ലേ ശരിക്കൂട്ടെ, പോട്ടെ പോട്ടേന്ന്. എന്തിനു നീ കരയണേ? 2 വർഷമായില്ലേ, വിട്ടുകളാ. സുബേട്ടിനെ നോക്കി ചേട്ടനായിട്ട് ഇരിക്കുന്ന അയാള് നല്ല രസം. സെയിം അതേപോലെ തന്നെ നമുക്ക് കോലും തോന്നുന്നു കെട്ട് ഫേസ് രൂപമൊക്കെ ഒക്കെ. ഇങ്ങോട്ട് മാറ്റേ. എന്നിട്ട് ഈ താടിയൊക്കെ പഠിച്ച് നല്ല കുട്ടപ്പനായിട്ട് ഇങ്ങോട്ട് വാ. ഏട്ടനില്ല നിന്റെ കൂടെ. ഇനി മുന്നോട്ട് നോക്ക്, പിന്നോട്ട് നോക്കണ്ട. ഹാപ്പി ആയില്ലേ? ചിരിക്കടാ ശിജിക്കുട്ടാ. കഴിച്ചോ? നല്ല പശുക്കളല്ലേ? ഞാൻ മുട്ടയൊക്കെ പറക്കുന്ന കാണുമ്പോൾ കൊതി വരും. അതുപോലെയൊക്കെ കൃഷിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കും. കൊറേ നേരടാ ഫോട്ടോ നടത്തൊക്കെ ഉണ്ടല്ലേ. വേദന മാറണ്ടേ? എന്താണ് മിസ്റ്റർ സുബേട്ടൻ മുഖത്തൊരു വാട്ടം? ഒരുപോലെ കണ്ണടച്ചിട്ടില്ല എൻ്റെ മോനെ. പാതിരാത്രി ഒരുത്തി അമേരിക്കയിൽ നിന്ന് വിളിച്ചിട്ട് നിലവിളിയും പറഞ്ഞു. അവിടെ പകലാന്ന് കരുതി ഇവിടെ രാത്രിയാണെന്നെങ്കിലും ഓർക്കണ്ടേ. ആ സിജോന്റെ അമ്മച്ചി അടുത്ത മാസം ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചിരിക്കുക. അവിടെ കൊച്ചുങ്ങളെ നോക്കാൻ ആരുമില്ലാന്ന്. അമ്മയോടൊന്ന് ചെല്ലാൻ പറഞ്ഞപ്പോ അമ്മ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുക. അതെന്താന്നോ, അവൾക്കും ഭർത്താവിനും കൊച്ചുങ്ങളെ നോക്കാൻ ആളെ വേണമെങ്കിലേ ഇവിടുന്ന് അമ്മമാരെ വിമാനത്തിൽ കയറ്റി കൊണ്ടുപോവല്ല വേണ്ടത്. അവനവന്റെ പിള്ളേരെ അവനവൻ നോക്കണം. ഞങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? സത്യം പറയാമ്മ, അമ്മക്ക് അമേരിക്ക കാണണമെന്ന് ഇല്ല. ഇവൻ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ ഒരു അമേരിക്കയിലേക്കും പോടില്ല. അപ്പൊ അതാണ് പോയിന്റ്. അങ്ങനെ വരട്ടെ കാര്യങ്ങള്. എന്ത് പോയിന്റ്? എന്റെ പൊന്നു ശുചിക്കുട്ട, രണ്ടാമതൊരു കല്യാണക്കാര്യം പറഞ്ഞ് ഇന്നേ വരെ നിന്നെ ഞങ്ങളാരും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അന്നിറങ്ങിപ്പോയ ആ പെണ്ണില്ലേ, കെട്ടിയവൾക്ക് ഇപ്പൊ കണ്ടോ കൊച്ചായി. കൊച്ചായോ അവക്ക്? ആ ഇരട്ടകള്, ഒരാണ് ഒരു ഞെട്ടുന്നുണ്ടാവും. ഈ തൊട്ടടുത്തുള്ള ഞങ്ങളുടെ അടുത്തേക്ക് പോലും അമ്മ ഒന്ന് വന്ന് നിൽക്കാത്തത് നിന്നെ ഇവിടെ ഒറ്റക്കാക്കരുതെന്ന് കരുതിയിട്ടാ. എടാ, ഒരു പെണ്ണിങ്ങനെ ചെയ്തു എന്ന് കരുതി ലോകത്തുള്ള പെണ്ണുങ്ങളെല്ലാം മോശക്കാരാവില്ലല്ലോ. ഞാനങ്ങനെയൊന്നും കരുതിയിട്ടില്ലെന്നേ. ദേ, നീ ഗൾഫിലുള്ള ജോലിയും കളഞ്ഞ് നാട്ടിൽ വന്ന് കൃഷിയൊക്കെ തുടങ്ങിയപ്പോ ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, ചോദിച്ചിട്ടില്ല. അമ്മ ഇവന്റെ ഇഷ്ടമല്ലേ, അത് നടന്നോട്ടെ എന്ന് കരുതി. ഇതും അങ്ങനെ തന്നെയാ. നിന്റെ ഇഷ്ടമാണ് മുഖ്യം. എടാ, ഒരു കൂട്ടുള്ളത് നല്ലതാ. ഒന്ന് പറയുന്നത് കേക്ക്. ആ ഓക്കെ അല്ലേ? സമ്മതിക്ക്. നല്ല രസമാണ്. സാർ തെറി വിളിക്കില്ലേ? സാർ തെറി വിളിക്കില്ലേ? ഞാൻ പറയുന്നത് കേക്ക് ആദ്യം. സാർ മര്യാദ മര്യാദ പ്ലീസ് സാർ. അതായത് ഇവിടുത്തെ എല്ലാ വൻകിട മാട്രിമോണി ഗ്രൂപ്പുകളും ജാതി മത ലവ്ലി കപ്പിൾ മാട്രിമോണി തികച്ചും മതേതരമായ ഒരു മാട്രിമോണിയാണ് സാർ. ഞങ്ങൾക്ക് മനുഷ്യരാവണമെന്നുള്ള ഒരൊറ്റ ഡിമാൻഡേ ഉള്ളൂ സാർ. ഞാൻ സാറിന്റെ മകളുമായി സംസാരിച്ചപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് ആ കുട്ടിക്ക് ഒരു പെൺകുട്ടിയുമായി ജീവിക്കണം എന്നാണ് സാർ. യു പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ. അതുകൊണ്ടാണ് സാറിന്റെ മൊബൈലിലേക്ക് ഞാൻ കുറച്ച് ഫോട്ടോസ് അയച്ചത് പെൺകുട്ടികളുടെ. സാർ ആദ്യം മകളുമായി സംസാരിച്ചിട്ട് ഒരു ധാരണയിലെത്ത്, എന്നിട്ട് എന്നെ വിളിക്കും ട്ടാ. കല്യാണത്തിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം നടക്കണേന്നറിയോ? മൊത്തം അലമ്പാടാ. എന്നിട്ട് നീ കിട്ടിയില്ലേ? ആ അനുഭവം കൊണ്ടാ ഞാൻ പറഞ്ഞത്. നീ കെട്ടണേ കെട്ടിക്കോ, എനിക്കൊരു ക്ലയന്റിനെ കിട്ടും. പക്ഷെ നീ കെട്ടിയാ നീ പെടും ഷിജു. ഷിജുവേട്ടാ, അമ്മ സുഭാഷ് ചേട്ടനൊക്കെ പറയുന്നതിൽ കാര്യമില്ലേ? ഷിജുവേട്ടന് ഞങ്ങൾ നല്ലൊരു പെൺകുട്ടിനെ കണ്ടെത്തി തരും. ഞങ്ങളെ പോലത്തെ നല്ല ലൗലി കപ്പിൾ അല്ലേ സജിയേട്ടാ? ചായ വെച്ചില്ലേ? പോയിക്കൂടെ? എന്നാടാ ഊള ചായ കുടി. എന്ത് നല്ല ഭാര്യയാടാ നിനക്ക് കിട്ടി. തേങ്ങാക്കൊലയാണ്. ഇവിടെ ജോലിക്ക് വന്ന് ഇവളെ പ്രേമിച്ച് കെട്ടി. ദാറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. ബാക്കി ഭർത്താക്കന്മാർക്കൊക്കെ ജോലിക്ക് പോകുമ്പോഴെങ്കിലും സ്വസ്ഥ കിട്ടൂലേ? എനിക്ക് ജോലിക്ക് വന്നാലും സ്വസ്ഥ കിട്ടൂല. എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ അവളോട് പറഞ്ഞു, എടി എന്തിനാ ഇങ്ങനെ ജോലി എടുത്ത് കഷ്ടപ്പെടുന്നത്, നിനക്ക് വീട്ടിലെങ്ങനെ എത്താൻ പോരെന്ന് ചോദിച്ചു. അപ്പൊ അവള് പറയണ്, എന്തിനാ നല്ലൊരു ജോലി കളയണേന്ന്. എടാ, എൻ്റെ കയ്യിൽ നിന്ന് സാലറി വാങ്ങിയിട്ട് അവൾ അവളുടെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കണ്. പറയൂല. ഇതൊക്കെ ഒരു ട്രിക്കാ. രക്തരക്ഷസുകളാടാ, നമ്മുടെയൊക്കെ ചോര പോകുന്ന രക്തരക്ഷസുകൾ. സജിയേട്ടാ, ഞാൻ പോവാണേ.
സുഭാഷ് ചേട്ടന്റെ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. പോട്ടെ, നേരത്തെ വരില്ല സജ്ജേട്ടാ. ബൈ ഷിജേട്ടാ. ഓ കൊന്നേനെ പിശാശി. ഡേഡി നിക്ക്, ഞാനും വരുന്നു. എല്ലാ സ്ത്രീകളും ഇങ്ങനെ ആവണമെന്നില്ലല്ലോ. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് നീ കൺവിൻസ്ഡ് ആവണല്ലേ? നീ എന്തെങ്കിലും ചെയ്, പോയി ചാവ്. ഫോട്ടോ ഉണ്ടീത്താ, ഞാൻ നോക്കാം. ആ സുഭാഷ് ചേട്ടൻ്റെ അടുത്ത ഫോട്ടോ ആണ്. ആഹാ, എന്നാ. ഈ മാട്രിമോണി നീ പൂട്ടിക്കോ. സുഭാഷ് ചേട്ടനുണ്ട്, സുഭാഷ് ചേട്ടൻ്റെ ഒരു അനിയനുണ്ട്. ഇതെന്താ കൊട? കൊടയുടെ പരസ്യത്തിന് ഫ്ലെക്സ് അടിക്കാനൊന്നുമല്ല. നടു ഇനി ചിരിക്ക്. അത്രയും ചിരി വേണ്ട, 5 വല്ലതും മതി. ഇങ്ങനെ ഈ ആ എടുത്തോ. റെഡി? എങ്ങനെയുണ്ടാ? എന്ത് ചെയ്തിട്ടൊരു മെനവല്ലേ? മറി മറി മറി, ഞാൻ കാണിച്ചു തരാം. കൊട പിടിച്ചേ. ഫസ്റ്റ് പോസ്, സെക്കൻഡ് പോസ്, ഇത് കിട്ടണം. എടുത്തോ. നോക്കട്ടെ. ആ സൂപ്പർ സുന്ദര. തൂറ്റാംപ്ലാക്കൽ ഹൗസ്. ഈ തൂറ്റാംപ്ലാക്കിൽ വെക്കണോ? ഷിജു ഭക്തം പോലെ. ഈ തൂറ്റാംപ്ലാക്കൽ എന്നൊക്കെ പറഞ്ഞ തറവാട്ട് പേരാണ്, അതാണ് പ്രശ്നം. ഹൈറ്റ് 5'6". അതൊന്നും വേണ്ട, ഇതെന്താ തൂക്കി വെക്കാം. മറ്റേതാണ് ഹൈലൈറ്റ്, അതെഴുതാം. തൻ്റേതല്ലാത്ത കാരണത്താൽ വിവാഹ മോചനം. അത് വേണം. തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹത്തിന്. ആ നിന്റെ കാരണമല്ലല്ലോ. നോക്ക്, ഇതൊക്കെ എങ്ങനെയുണ്ട്? ദേ, ഇത് നോക്കാല്ലേ? ഇത് കൊള്ളാം. പൂജാ കൃഷ്ണൻ, തൃശ്ശൂർക്കാരിയാ. ആ കൊടുക്കട്ടെ. ആ അത് അടുത്തുള്ളത് കൊടുത്തു. ഇതാ, അത് വേണ്ട. ആ, അത് എന്താന്ന് വെച്ചാ നല്ല ഭംഗിയുണ്ട് ആ കുട്ടിക്ക്. എന്നാ അത് കൊടുക്ക്. ഇതാ. ആ ഇത് തിരുവനന്തപുരം. ആ ഇതല്ലേ ഇത് അല്ലേ? എനിക്ക് ഓക്കെയാണ്. നോക്കട്ടെ, നിന്റെ മുഖം നോക്കട്ടെ. ഇത് കാണാല്ലേ? ആ അത് കൊള്ളാം. ഒന്ന് വന്നേ എന്റെ മിനി. വാ. അതെ ചേട്ടാ, പറയുന്നോണ്ടൊന്നും തോന്നരുത്. എന്റെ സങ്കല്പത്തിൽ കുറച്ച് മുടിയൊക്കെ ഉള്ള ഒരാളാണ് ഉണ്ടായിരുന്നത്. കഷൻ, കൊടവയ. മുടിയില്ലാത്തത് ഒരു പ്രശ്നമാണല്ലേ. പെങ്കൊച്ച് തിരുവനന്തപുരം സേ ഹേ. നമ്മൾ തമ്മിൽ സെറ്റ് ആവൂല കേട്ടോ. എന്റെ വൈബ് ഇതുണ്ടായിരുന്നു ആ, ഇത് ഡിക്ലൈൻ ആയി. മറ്റേ ട്രെയിലർ ഇതെന്താ എടുക്കുമ്പോ ഡിക്ലൈൻ ചെയ്ത് കളിക്കണം?